ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. PR ബിനു അനുമോൾക്കെതിരെ നല്ല യൂദാസിന്റെ പണിയാണ് കൊടുത്തേക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. PR ബിനു ഷഫീന ബീബിയോട് എന്ന് പറഞ്ഞു അനുമോളുടെ ചേച്ചി പറഞ്ഞതിന്റെ പേരിൽ എന്നെ അനുമോള് പുറത്താക്കിയെന്ന്. സമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു, അവരോടത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ആർക്കെതിരെയും ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം, ഒരു ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് അഭിനയിച്ചു. അപ്പൊ ഞാൻ PR ബിനു ബിന്നിയോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ ബിന്നി ചോദിച്ചു എനിക്കെതിരെ സൈബർ അറ്റാക്ക് അഴിച്ചിട്ട് നിങ്ങളല്ലേന്ന്. അപ്പൊ ബിനു പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, ഞാനല്ല അത് ചെയ്തതെന്ന്. അപ്പോഴത്തേനും ഒരു ഗ്രൂപ്പ് എടുത്ത് കാണിച്ചു. ഈ ഗ്രൂപ്പിലെ അഡ്മിൻ നിങ്ങളല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല. ഗ്രൂപ്പിൽ നിന്ന് അതായത് ഞാൻ പുറത്താക്കി കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഞാൻ ഇതിന്റെ അഡ്മിൻ അല്ല, ഞാൻ കുറച്ചുപേരെ എന്റെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാണ്. ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കണമെന്ന് കുത്തിത്തിരിപ്പ് നടത്തുന്ന ബിന്നിയോടൊക്കെയാണ് ഈ കാര്യം പറഞ്ഞത്. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ആൾക്കാർ, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബിന്നി എന്ന് എല്ലാവരോടും പറഞ്ഞു അനുമോളുടെ ചേച്ചിയാണ് എനിക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്തതെന്ന്. അങ്ങനെ അനുമോളുടെ ചേച്ചി ഇത് അറിയുകയും അനുമോളുടെ ചേച്ചി കരഞ്ഞുകൊണ്ട് അനുമോളെ വിളിക്കുകയും ചെയ്തു. ഇതാണ് ബിനുവും അനുമോളും പിരിയാനുള്ള കാരണം. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇവൻ എന്ത് പറയാനായിട്ടാണ് ഷബീന ബീബിയെ വിളിച്ചത്? ഇവൻ അറിയാം ഷബീന ബീബിയെ വിളിക്കുവാണെങ്കിൽ പുള്ളിക്കാരി വീഡിയോ ഇടും, അതിലൂടെ ഇവനെ ന്യായീകരിക്കാം. എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകണം. അവരുടെ പുറകെ എപ്പോഴും നടക്കരുത്. അവർ വിളിച്ചെന്ന് പറഞ്ഞാലും നടക്കരുത്. അങ്ങനെ നടക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. അത് അവരുടെയും പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന ഒരു മീഡിയയുടെ മുമ്പ് വെച്ചിട്ട് അനുമോൾ എനിക്ക് ഇത്രയും പൈസ തന്നെന്ന് പറഞ്ഞുകൊണ്ട് GPayയുടെ സ്ക്രീൻഷോട്ട് ഒക്കെ കാണിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താണ്? അനുമോൾക്ക് കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഈ ബിനു തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് അനുമോൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ബിനുവിന്റെ ചില പ്രവർത്തികളൊക്കെ ബിനു ഫേമസ് ആകാനായിട്ട് സ്വയം ശ്രമിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ അനുമോളുടെ PR ആണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ എല്ലാവരും കൊത്തിപ്പറിച്ചേനെ, അങ്ങനെ കുറെ ഡയലോഗ്സ് ഇവൻ പറയുന്നുണ്ടായിരുന്നു. ഇത് അനുമോൾക്ക് തന്നെയാണ് നെഗറ്റീവ് ഉണ്ടാക്കിയത്. നമ്മളിതൊക്കെ കണ്ടതാണ്. ഇവൻ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചിട്ട് അനുമോളുടെ ചേച്ചിയോട് അത് ചോദിക്കണമെന്ന് പറയുവാണെങ്കിൽ ശരിയാണ്. ഇവൻ ഒരു തെളിവും കാണിക്കാതെ അനുമോളുടെ ചേച്ചിയോട് അത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ബിന്നിയോടൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? കാരണം അവരാണ് ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ, അവരല്ല ഗ്രൂപ്പിന്റെ അഡ്മിൻ. പിന്നെ എന്തിനാണ് ബിനു ഇതൊക്കെ പറയുന്നത്? കാരണം ബിനുവിന് കറക്റ്റായിട്ട് അറിയാം, എന്തെങ്കിലും ഒരു സംഭവം പറയുവാണെങ്കിൽ ബിന്നി അത് പുറത്തെത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ്. അത് അനുമോൾക്കെതിരെയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബിന്നി അത് ലോകം മുഴുവൻ അറിയിക്കും. അതെല്ലാം ബിനുവിന് അറിയാവുന്നതാണ്. എന്നിട്ടും ബിന്നിനെയും ബിന്നിയുടെ ഹസ്ബൻഡിനെയും കണ്ടപ്പോഴത്തേനും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയേക്കുവാണ്. ബിനു കാരണം അനുമോൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മണ്ടത്തരമാണ് അനുമോൾ കാണിച്ചത്. അത്രയും പൈസ പോയി, അല്ലാതെ അവനൊന്നും ചെയ്തിട്ടില്ല. കാരണം അനുമോൾ ജയിക്കാനായിട്ടുള്ള കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയ അസൂയ മൂത്ത കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വന്നപ്പോൾ അനുമോളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അനുമോൾ കപ്പടിക്കുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ അനുമോൾക്ക് ഫാൻസ് കൂടി. അങ്ങനെയാണ് അനുമോൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അതിനു മുമ്പെല്ലാം അനീഷിനായിരുന്നു വോട്ട് കൂടുതൽ. ഈ സംഭവത്തിന് ശേഷമാണ് അനുമോൾക്ക് വോട്ട് കൂടാൻ തുടങ്ങിയത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ബിനു ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ബിനുവിനും ഈ കാര്യമൊക്കെ അറിയാം. അനുമോൾ ബിനുവിനെ കുറിച്ച് ഓരോരുത്തരും കുറ്റം പറയുന്നൊന്നും കണ്ടിട്ടില്ല. കാരണം അത് അനുമോളുടെ ക്വാളിറ്റി തന്നെയാണ്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അനുമോൾ ബിനുവിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. കാരണം പുള്ളിക്കാരുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഞാനത് കാണുന്നത്. മാത്രമല്ല കമന്റ് ബോക്സിൽ PR ബിനുവിനെയും അനുമോളെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയാൻ തുടങ്ങി. എന്നിട്ട് പോലും അനുമോള് ബിനുവിനെ അകറ്റി നിർത്തില്ല. കാരണം ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ കൂടെ നിർത്തി. എന്നിട്ട് പോലും ബിനു ഇതാണ് കാണിച്ചത്. എന്തൊക്കെയായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.